തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഷിജിനായുള്ള സ്കൂബ സംഘത്തിന്റെ പരിശോധന തുടരുന്നു. ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ പൊഴിമുഖത്ത് പരിശോധിക്കാൻ പ്രയാസമെന്നാണ് സംഘത്തിന്റെ വിശദീകരണം. പരിശോധനയിൽ തൃപ്തിയുണ്ടെന്നും നേവിയുടെ സഹായം കൂടി തേടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്നും ഷിജിന്റെ ബന്ധുക്കൾ പറഞ്ഞു. തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് വേഗത കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 6:30-ക്ക് AD ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. 7 മണിയായപ്പോൾ സ്കൂബ ടീം എത്തി. അവർ വന്ന ഉടനെ ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. ഒരു വട്ടം ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് മണ്ണിളകുന്നു. അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു കയറി കുറച്ചു നേരം കൂടെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങി. അവർ രണ്ടുപേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും അടുത്ത രണ്ടുപേരെ ഇറക്കാനായിട്ട് അവർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത്. നേവി ഇന്ന് അവരുടെ സഹായം ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരേക്കും അതിൻ്റെതായ റിപ്ലൈ ഒന്നും തന്നില്ല. സ്ഥലത്ത് ഡോർണിയർ വിമാനവും തെരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനമാണ് തെരച്ചിലിനായി എത്തിയിട്ടുള്ളത്. നേവിയുടെ കപ്പൽ കൂടി മുതലപ്പുഴയിൽ എത്തുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ദേവൻ ചേരുന്നു. ദേവൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ തെരച്ചിൽ കാര്യക്ഷമമായാണോ പുരോഗമിക്കുന്നത്? തിരുവനന്തപുരത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ മുതലപ്പുഴയിൽ ഈ 10ാം ദിനവും തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സജ്ജമായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ മുതൽ തന്നെ സ്കൂബ ടീമുകളുടെ തിരച്ചിൽ രാവിലെ 6:30 തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ 2 ഘട്ടമായിട്ടാണ് ഈ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ആദ്യ 1 മണിക്കൂർ തിരച്ചിൽ നടത്തിയ ശേഷം പിന്നീട് ഈ സ്കൂബ ടീം അംഗങ്ങൾ പിന്നീട് കരയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണമായി അവർ തന്നെ പറഞ്ഞിരുന്നത് ഈ പുഴയുടെ ഭാഗത്തായി ഇപ്പോൾ ഈ മൺതരികൾ കൂടുതലായി വന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചയെ അത് മറയ്ക്കുന്നുണ്ട്. അവിടെ വിസിബിലിറ്റി ഇല്ലാത്തതിനാൽ തന്നെ തിരച്ചിൽ തുടരാനാകില്ല എന്നൊരു കാര്യമായിരുന്നു അവർ പറഞ്ഞത്. പിന്നീട് 1 മണിക്കൂർ പിന്നിട്ട ശേഷം വീണ്ടും അവർ ഈ പുഴയുടെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും ഈ സാധ്യമായ, അതായത് സംശയമുള്ള ഇടത്ത് എല്ലായിടത്തും തന്നെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ ഡോർണിയർ വിമാനവും ഇവിടെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഇപ്പോൾ തിരച്ചിൽ ഏതാണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടുകൾ ഇവിടെ ഇപ്പോൾ സമീപത്തേക്കായി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തോടു കൂടി കൊല്ലത്ത് തിരച്ചിൽ നടത്തിയ നേവിയുടെ INS കൽപേഷ് ഇവിടേക്ക് എത്തിക്കൊണ്ട് തന്നെ തിരച്ചിൽ നടത്തുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് നേരത്തെ തന്നെ കുടുംബം നേവിയുടെ കൂടി സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നേവിയുടെ കപ്പലിൽ എത്തിക്കൊണ്ട് നേവിയുടെ വിദഗ്ധരായിട്ടുള്ള സ്കൂബ ടീം അംഗങ്ങൾ, മുങ്ങൽ വിദഗ്ധർ എത്തിക്കൊണ്ട് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഷിജിനെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളുള്ളത്. ഏതായാലും ഇന്നലെ ഉയർന്ന പരാതികൾക്കൊന്നും തന്നെ ഇന്ന് പരാതികൾക്കെല്ലാം തന്നെ ഇന്നൊരു പരിഹാരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമായി തന്നെയാണ് സ്കൂബ ടീം അംഗങ്ങളും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം തന്നെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈകുന്നേരത്തോടു കൂടി നേവിയുടെ കപ്പൽ കൂടി വിവരങ്ങൾ നൽകിയത്.